എല്ലാരും പറയണെന്ന് പറഞ്ഞ കണ്ണാപ്പി നീ ഇടയായിട്ട് ഞാൻ നിന്നോട് ഭയങ്കര റൂഡായിട്ടാ പെരുമാറുന്നേ. ആണോ? അങ്ങനെ നിനക്ക് കുഴപ്പമില്ലല്ലേ? ഇല്ല എനിക്കതൊന്നും പ്രശ്നമല്ല. പോണേ മുന്നീന്ന് മര്യാദക്ക് കളിക്കാന്ന് പറഞ്ഞല്ലോ. മാവൻ വന്ന് വീണ്ടും പോയി ഏറ്റവും കൂടുതൽ മുമ്പേ ചന്ദ്രൻ വിളി പോലും കേട്ടില്ല പട്ടി. രണ്ടു വട്ടം ചന്ദ്രാന്ന് വിളിച്ചിട്ട് പട്ടി മൈൻഡ് ചെയ്തോളാം. തിരിച്ചെന്നാ വാസണ്ണ എന്തിനാ വിളിച്ച എന്ന് പോലും ചോദിച്ചില്ല. ഇന്നത്തെ ദിവസം ചന്ദ്രനെ ഇഗ്നോർ ചെയ്യണം. എന്ത് പറഞ്ഞാലും ഇഗ്നോർ അങ്ങ്. അതൊക്കെ നീ എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ചന്ദ്രനെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ അണ്ണന്റെ പകുതി പ്രശ്നങ്ങൾ തീരും. അങ്ങനെയാണെ പുണ്ടെ നിന്നെ ഗ്യാങ്ങിന് എടുത്ത് നിന്നാൽ എന്റെ മൊത്തം പ്രശ്നം തീരും. എനിക്ക് നിന്നെ ഗ്യാങ്ങിന് കളഞ്ഞാൽ മൊത്തം പ്രശ്നം തീരും. അങ്ങനെ ചിലതൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു ഞാൻ എന്നേ ചെയ്തേനെ. ബീപ്പ് അതെങ്ങനെയാണോ സെറ്റ് ചെയ്യുന്നത്? അത് സെറ്റ് ചെയ്യണമെങ്കിൽ കാശ് മുടക്കണം. 10-17,000 രൂപ. പൈസ നമുക്ക് പ്രശ്നമില്ലെന്നാണ് അറിയാം. നമ്മളിപ്പോ ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ആക്കി എല്ലാം സെറ്റാണ്. അതെ അതെ. ഇത് മനഃപൂർവ്വം ഇത് മനഃപൂർവ്വം. ഇന്ന് കണ്ണാപ്പി ബോബോയ് ഞാനാണെങ്കിൽ ഇന്ന് ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ സിറ്റിയിൽ വരുന്നില്ലെന്ന് വിചാരിച്ചാണ്. നിങ്ങള് വള്ളി ടീംസിന്റെ ഒരു സന്ദേശം കണ്ടുകൊണ്ടാണ് വന്നത്. സന്ദേശത്തിന് റീസ്റ്റാർട്ട് ഒക്കെ ചെയ്തിട്ട് നിൽക്കുവാണ്. ആളുടെ വൈഫൈ ഒന്ന് ചെറുതായിട്ട് പറ്റിക്കാണ് കിട്ടിയ വിവരം. ആണല്ലേ? ചീത്ത പറയുന്നത് നല്ല പേടിയുണ്ട് ആൾക്ക്. എന്തൊക്കെ അറിയണം നിനക്ക്? നിന്നെ ഞാൻ 2 വട്ടം വിളി പോലും കേട്ടിട്ടില്ലല്ലോ. അണ്ണനെ വിളിച്ചില്ല. അണ്ണ ഇങ്ങനെ കുറച്ച് നേരമായിട്ട് അവോയ്ഡ് ചെയ്യണം. റോഡിൽ വെച്ച് എന്നെ കണ്ടിട്ട് ഈ പറട്ടേനെ വിളിച്ചു. ഈ മാഫിയ പറട്ടേനൊക്കെ അണ്ണാ ഈ ഞാക്രൂട്ടില് നീ എവിടോട്ട് ഒരു സൈഡിലോട്ട് പോ. എനിക്ക് മനസ്സിലാവണല്ലോ നീ എങ്ങോട്ടാ. ഇവന്മാരൊന്നും എപ്പോഴും കാണൂല കേട്ടോ. നമ്മളെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മളെ പഴയതുപോലെ ഒരു മൈൻഡ് ഇല്ല ഇപ്പൊ. ചന്ദ്ര ഞാനൊക്കെ അവിടെ പന പോലെ എന്നിട്ട് മറ്റേ അണ്ണന്റെ വണ്ടിയില്ലേ ഈ കൊച്ചു വണ്ടി ഇതിന്റെ ഫ്രണ്ടില് ഞാൻ മറ്റേ നിറഞ്ഞ് എന്നിട്ട് അണ്ണ എന്നെ ചന്ദ്രാന്ന് ഞാൻ എന്താണ് നിന്നെ ഇഗ്നോർ ചെയ്യുന്നത്? നീ ഈഗോ ആണെന്ന് വിചാരിക്കുക. പക്ഷെ അങ്ങനല്ല. നിനക്ക് ബർത്ത്ഡേക്ക് ഒന്നും തരാൻ പറ്റാതെ പോയതിൽ എനിക്ക് നല്ല വിഷമമുണ്ടോ. ഞാൻ ഓർഡർ ചെയ്ത സാധനം റിട്ടേൺ പോയി. നീ തിരിച്ച് നീ വരുത്തില്ലെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ. എടാ ഒന്ന് പോയടാ. 1-2 വാണങ്ങൾ ഒന്ന് പോയടാ. ഞാൻ ഇവിടെ കോലീഡറുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുവല്ലടാ. അതിന്റെ ഇടയ്ക്ക് അതെ വാസണ്ണ എനിക്ക് ഈ വള്ളി ടീമിലെ വലിയ മെമ്പർ എന്നാണ് ഈ കണ്ണാപ്പി പറയുന്നത്. കണ്ണാപ്പി ഇങ്ങോട്ട് വന്നാണ്. ആര് വലിയ മെമ്പർ? ഞാൻ കാര്യം പറയാം കണ്ണാപ്പി. ഈ ബോബൊക്കെ എന്ന് പറഞ്ഞാൽ സിറ്റിയിൽ മര്യാദക്ക് നല്ലവനായിട്ട് നടന്ന് നല്ല പരിപാടി മാത്രം ചെയ്ത് കുറെ നല്ല കാര്യങ്ങൾ സിറ്റി ചെയ്തോണ്ട് നടന്ന ഒരു പയ്യനാണ്. അവനെ നിന്നെ കൂടി എന്ന് അവൻ എരപ്പനായി അവൻ. എന്നിട്ട് അവനെ നീ ബെഞ്ചിലും ആക്കി. അവനെതിരെ ഒരു വാക്ക് പോലും സംസാരിച്ചില്ല. അണ്ണാവൻ നാളെ വരുമെന്നോ ഒരു വാക്ക് സംസാരിച്ചില്ല. ചെറുക്കനെ നീ ബെഞ്ചിലും ആക്കി. നീ ലേനപ്പിൽ ഇപ്പൊ കളിക്കുകയും ചെയ്ത് ഊമ്പിത്തരല്ലേ ഇത്? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ ലൈനപ്പിൽ ഉണ്ടാവോ എന്ന് ചോദിച്ചപ്പോഴത്തേന് കണ്ണാപ്പി എനിക്ക് ഗ്രൂപ്പിൽ നിന്ന് പേഴ്സണൽ പ്രൈവറ്റ് ആയിട്ട് വന്ന് മെസ്സേജ് ചെയ്തിട്ട് അണ്ണാ അവ സിറ്റിയിലൊന്നും കേറത്തില്ല അണ്ണാ, ബെഞ്ചിൽ പോലും ഇടണ്ട, പുറത്തിട്ടേരെ എന്ന് എനിക്ക് മെസ്സേജ് ആയിരുന്നടാ.
ഇവനെല്ലാം പാലും പഴവും കൊടുത്ത് ഞാൻ പാമ്പിനെ പോലെ വളർത്തിക്കൊണ്ടുവന്ന എന്ത് ചെയ്യാൻ പറ്റും ആൾക്കാരൊക്കെ നമ്മള് കുറച്ച് വൈകി പോകണം ചില സമയത്ത് അങ്ങനെ. ഇവൻ കാരണം ഇപ്പൊ സിറ്റി ഇറങ്ങി വാ എന്ന് പറഞ്ഞാലേ വാ അടിച്ചിരിക്കണം അവന്മാര് ഞാനിപ്പോ റാൻഡ് ആൾക്കാരോട് സംസാരിക്കാനേ പോകാറില്ല. പോലെ വിട്ട് വടിവാളൊക്കെ എടുത്ത് വിട്ട് ഇന്നലെ മുതുക്കിലാരെ കുത്തി പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞാൽ രണ്ടുപേരും മറ്റേ നീ മറ്റേ കണ്ണാപ്പിയുടെ ഗാങ്ങിലുള്ളവനല്ലേ എന്ന് പറഞ്ഞിട്ട് ഒറ്റ വടിയാണ്. അപ്പഴേ ലീഡറൊന്നും ഇല്ല ഇപ്പൊ കണ്ണാപ്പിയുടെ ഗാങ്ങിലുള്ളതുകൊണ്ട് അപ്പഴേ എവിടെ കത്തിക്കെ കുത്തു ഇപ്പൊ. അതെ അതെ അതെ. ഞാൻ പറയാം കേരളത്തില് സ്വർഗരാജ് ഒഴിച്ച് ബാക്കി എല്ലാ സെർവറിലും പെർമനന്റ് ബാനാണ്. കഴിഞ്ഞ ദിവസം ഒരു സിറ്റിയിൽ പോയി അവിടെ പോയിട്ട് അവിടെ നിന്ന് മേടിച്ചു പെർമനന്റ് ബാൻ. അവിടെ അഡ്മിനെ ഓണറാക്കി വന്ന് പറയുക നമുക്ക് വൈശാഖം സെർവർ എന്തുവാ വൈശാലി സെർവറിൽ തൊട്ട് നമ്മൾ അവിടെയാ കളിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. നീ അങ്ങ് തീരുമാനിച്ചു അവൻ ഒറ്റയ്ക്ക് പോയി കളിക്കട്ടെ. അവൻ ഒറ്റയ്ക്ക് അവൻ പോകണമെന്നല്ല ഞാൻ ഇനി ഇറങ്ങി പൈസ എന്താ കിട്ടും പൈസ ആക്ക് പൈസ എന്താ കിട്ടും ഒന്നേട്ടോ ആ മാമ പറഞ്ഞ കൈലാസത്തിലൊന്നും വന്ന് ശിവന്റെയും പാർവതിയും കൂടെ ആർപ്പ് ചെയ്യാനൊന്നും എനിക്ക് പറ്റത്തില്ല. മനസ്സിലായല്ലോ? കൈലാസം 1.5 മണിക്കൂർ അവരാരും വലിച്ചില്ല എന്നെ. ആണല്ലേ? അവർക്ക് മനസ്സിലായിട്ടോ ഓൾറെഡി പോയി. കണ്ണാപ്പി നിനക്ക് ഇനി കേരളത്തിൽ ഒരു സെർവറിലും വൈറ്റ് ലിസ്റ്റ് കിട്ടത്തില്ല. അല്ലെങ്കിൽ മറ്റേ പയ്യന്മാരൊക്കെ ചെയ്യുന്നത് പോലെ സ്വന്തമായിട്ടൊരു സെർവർ തുടങ്ങി നീ തന്നെ അഡ്മിൻ ആയി. നിനക്ക് ഒരു നീ തന്നെ FRPക്ക് ഡിസിഷൻ എടുക്കണം. പിന്നെ നിനക്കെതിരെ വരുന്ന ഗാങ്സിനെയൊക്കെ കിക്ക് ചെയ്യാനുള്ള പെർമിഷൻ നിനക്ക് തന്നെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സെർവർ പറയുന്ന അങ്ങോട്ട് കേക്കടാ ഒന്ന്. TV ഒക്കെ കളിക്കുന്ന പോലെ ഓപ്പൺ സെർവറിൽ ഇങ്ങനെ വേറെ ആൾക്കാരുടെ സെർവറിൽ പോയി കളിക്കാൻ എന്തായാലും പറ്റത്തില്ല. മനസ്സിലായോ? സ്വന്തമായിട്ട് സെർവർ തുടങ്ങുക, സ്വന്തമായിട്ട് അഡ്മിൻ ആവുക, ഇഷ്ടമല്ലാത്തവരെ കിക്ക് ചെയ്യുക, അങ്ങനത്തെ ഒരു സെർവർ തുടങ്ങി നിനക്ക് കളിക്കാം. അതേ പറ്റുള്ളൂ. ഒരു ദിവസം നമ്മള് കൈലാസമല്ല ഹിമാലയ ഞങ്ങൾ കൈലാസത്തെ വള്ളി പിടിക്കാത്ത ഇവിടെ കിടന്ന് വള്ളി പിടിച്ച് അങ്ങനെ ഒരെണ്ണം തുടങ്ങിയാൽ മതി. വള്ളി അന്തേരി റോൾ പ്ലേ നിങ്ങൾ ഈ വള്ളി ടീംസിന്റെ ലീഡർ വള്ളി എടുക്കാം. നമുക്ക് അങ്ങനെ ലീഡർ ഞാൻ ഒറ്റ കാര്യം നിന്നോടൊക്കെ പറയാനുള്ളൂ. ഇന്ന് സേഫ് സോൺ ആ സിറ്റിയില്. ദയവ് ചെയ്ത് അടിയും വഴക്കും ഉണ്ടാക്കണം. ഇല്ല ബോബെ, സാധാരണ എല്ലാ സിറ്റുവേഷനും അങ്ങനെയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു ചത്ത പിടുത്ത് കിടക്കും. അത് ചോദിക്കാനാണ് ഞങ്ങൾ എന്നും പോന്നെ അതിനാണ്. മനസ്സിലായോ? എടാ മാമൻ ബ്രാക്കേജിലെ ബെഞ്ച് വണ്ടി കാത്ത് കിടക്കണേ. ഹർത്താണ് വാസണ്ട. ഇവരെ കൊള്ളിക്കണം. അവരെ കൊള്ളിച്ച് പറയാൻ അവർക്ക് മനസ്സിലായില്ലേ? സിറ്റിയിൽ വരാനൊക്കെ തോന്നും. അതെ ബോബ് ബ്രാക്കറ്റ് അതങ്ങനെയാണ്. അല്ലേലും എന്റെ ദേഹത്ത് ഓടുന്നത് എല്ലാം വള്ളി ടീംസ് മൊത്തം ചത്ത് കിടന്നിട്ട് ആണ് എന്റെ ദേഹത്ത് തോറുന്നത് എല്ലാരും. കാരണം നിങ്ങൾ 4 പേര് ചത്ത് കഴിഞ്ഞാൽ പിന്നെ ഓർമ്മിപ്പിക്കാൻ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് അവനാണ് ഞങ്ങളോട് കഥ പോലും പറയുന്നത്. മനസ്സിലായ? അങ്ങനെയാണെങ്കിൽ ബോബ് വാസോട്ട് ചാവന സമയം കാണും കേട്ടാ. കണ്ണാപ്പി എന്തോ മെസ്സേജ് കണ്ണാപ്പി എന്തോ പറഞ്ഞ കേക്കട്ടെ. അല്ലണ്ണ അണ്ണൻ നമ്മൾ വള്ളി എടുത്ത് മാത്രമല്ലേ അണ്ണൻ കണ്ടിട്ടുള്ളേ അല്ലേ മാമ? 4 പേര് ഒറ്റയ്ക്ക് അടിക്കുന്ന കണ്ടിട്ടുള്ളല്ലോ അണ്ണാ. അതല്ല ഡയലോഗ് മാറിപ്പോയി. ഞാൻ ഒരു കാര്യം ഡയലോഗ് ഒരു 5 മിനിറ്റ് സമയത്ത് നോക്കിട്ട് പറയാം. എന്തിനു പറയാൻ വന്ന എന്നാ ഈ ഇടയായിട്ട് ഏറ്റവും ഡീസന്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്ന സിറ്റിയിൽ ഞാനാണ്. നമ്മുടെ ഗ്യാങ്ങിൽ തന്നെ ഞാനാണ്. അണ്ണൻ പറഞ്ഞ് ഞാൻ നിർത്തി. പക്ഷെ ഇപ്പൊ അണ്ണനാണ് വാദോരാതെ തള്ളക്കി വിളി ബഹളം. ഞാനോ? എടാ ചന്ദ്ര, ഞാൻ ശരിക്കും പറയോ ചന്ദ്ര, ഞാനിപ്പോ വളരെ എടാ എനിക്ക് പഴയ കാലത്തിലോട്ടൊന്നും പോകണ്ട. ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് ഇപ്പൊ എല്ലാവരോടും സംസാരിക്കുന്നത്. ഇപ്പൊ ഞാൻ എല്ലാവരുടെ അല്ല ഇപ്പൊ ഒരു ഗ്യാങ് തന്നെ അടി ഉണ്ടാക്കാൻ വന്നാൽ ഞാൻ അവരോട് ആദ്യം തന്നെ മോനെ എന്ന് വിളിച്ചാൽ സംസാരിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ഒരു ക്ലിപ്പ് മറ്റേ ഇവിടെ തിയേറ്ററിനകത്ത് വെച്ച്, അതായത് തിയേറ്ററിൽ സിനിമ തുടങ്ങണതിന് മുന്നേ കുറച്ച് സമയം കാണത്തില്ലേ, ആ സമയത്ത് നമ്മുടെ ഒരു ക്ലിപ്പ് കാണുമായിരുന്നേ കാറിന്റെ. ഞാനത് പ്ലേ ചെയ്തതും വാസൻ അടിച്ചുകൊണ്ടിരിക്കുക ഫയറിംഗ് ആണ് കേട്ടാ. അണ്ണ ആരോ കൊന്നിട്ട് ഞാൻ തിയേറ്ററിൽ സൗണ്ട് മ്യൂട്ടായി സിനിമ തുടങ്ങി ഒരുമിച്ചായിരുന്നു.
തള്ളയ ഓളങ്ങൾ ചാഞ്ചാടും ഇതൊക്കെ ഇതൊക്കെ ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങണ വരെ ആൾക്കാരുടെ കണ്ണിങ്ങനെ എന്റെ മേലായിരുന്നു കുറച്ച് സമയം. എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞ ചന്ദ്ര, അത് ഞാനല്ല, അതൊക്കെ AI ആണ്. എനിക്ക് അത്രയ്ക്കും ദേഷ്യം വന്നാൽ ഞാനിപ്പോ ചെയ്യുന്നത് ഇത് മാത്രമാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ, ഞാൻ ഇങ്ങനെ അങ്ങ് തീർക്കും എന്റെ ദേഷ്യം. അണ്ണാ ഈ സൗണ്ട് എങ്ങനെ ഇടുന്നത്? ഇത് എന്റെ ദേഷ്യം ഞാൻ ഇങ്ങനെ തീർക്കണേ, മനസ്സിലായോ? ഞാൻ അതിൽ കൂടുതൽ ഞാൻ ആർക്കും ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്നും സംസാരിക്കാൻ പോകത്തില്ല ചന്ദ്ര, സത്യം പറയാം. അണ്ണാ സൗണ്ട് ഇട്ട് എന്തെങ്കിലും പറഞ്ഞ, സൗണ്ട് ഇട്ട് എന്തെങ്കിലും പറഞ്ഞ, സൗണ്ട് ഇട്ടിട്ട് എന്തെങ്കിലും പറയാനോ? കേക്കാവോ? എന്തെങ്കിലും കേട്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. കൊള്ളാല്ലേ? അവസ്ഥ ഇതാണ് ബോബോ ഞാൻ പറഞ്ഞത് നിന്റെ അടുത്ത് കുറച്ച് നേരം. 10 പേര് ഒരു വണ്ടിയില്. എടാ നായകന്മാരുടെ ഫ്രണ്ടിലിരിക്കാം. ഒരു ബസ് വിളിക്കാറുണ്ട്. ഞാൻ പറയട്ടെ, എന്തോ പരിപാടി, എങ്ങോട്ടാ പോകണ്ടേ? നമ്മൾ ആദ്യം ഡ്രസ് ഷോപ്പ് പോകുന്നത്. ഡ്രസ് ഷോപ്പ് ടിവിയുടെ അവിടുത്തെ ഡ്രസ് ഷോപ്പിൽ പോകണ്ട. അവിടെ പോയാൽ ഇല്ല, വേറെ സമാധാനമുള്ള പമ്പിന്റെ അടുത്ത് ഡ്രസ് ഷോപ്പിൽ പോവാം. പദവീക്ഷയാണ് ദിവസം പദവീക്ഷയാണ്. രണ്ട് കസ്റ്റം അണ്ണ അവിടെ അടിച്ചു കൊന്നോട്ടോ അണ്ണ. ഞാൻ അടിച്ചു വന്നൊന്നുമില്ല. അണ്ണ വള്ളിയില്ല നമ്മള് ഇങ്ങനെ പിന്നെ അങ്ങനെ എസിന്റെ അവിടുന്ന് റൈറ്റിലൊരു ഡ്രസ് ഷോപ്പ് ഉണ്ട്. ഇന്ന് നമ്മൾ പറയുന്ന വേഷമായിരിക്കും ഇത് കൊള്ളൂല്ലേ? ചിലപ്പോ മീശയൊക്കെ വെക്കാൻ പറയും. ഇന്ന് മൊത്തം അണ്ണൻ നമ്മളായിട്ട് മാറുവാണ്. ഇന്ന് നമ്മളാണ് അണ്ണങ്ങ് ചെയ്താൽ മതി. ഓ ചന്ദ്രനും ബാബുശനും എല്ലാരും മാറണം കേട്ടോ. എല്ലാരും വാസന പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. ഞാനൊരു കാര്യം പറയട്ടാ, നമ്മളുടെ കൂട്ടത്ത് ഓവർ കഴപ്പ് കാണിക്കത്തില്ലേ? അതായത് അൺവാണ്ടഡ് സിറ്റുവേഷൻ എടുക്കുക, അലമ്പ് ഒരു കാര്യം പറയട്ടെ, അടങ്ങ് പുണ്ടച്ചി. അതായത് നമ്മള് ഈ ബെഞ്ച് നമ്മള് സസ്പെൻഷൻ ഇതിലെടുത്തില്ലേ, ആ ഇവന്മാരൊക്കെ നമ്മള് ടിവി എന്ന് പറയുന്ന സെർവർ, ടിവിയുടെ ഒരു സെർവർ അങ്ങ് തുടങ്ങണം നമുക്ക്. എന്നെ എവിടെ ഇറക്കണം? ഈ പുണ്ടച്ചോടെ ഞാൻ പറഞ്ഞില്ല. പരസ്പരം എന്തെല്ലാം കാര്യങ്ങളും പറഞ്ഞിട്ട് അണ്ണാണ് എന്തെങ്കിലും പറ. ഞാൻ നമ്പർ പറ. അതറിയില്ല. പിന്നെ നിനക്കൊക്കെ ഞാൻ ഇനി കണ്ടുപിടിക്കാൻ ഇവിടെ നമ്പർ നോക്കി ഒന്ന് മാറി. ഡ്രസ് മാറാത്തമാരോട് അടുത്തൊന്നും മാറിക്കും. എന്നെ കാണുന്നില്ല. എനിക്ക് ടീഷർട്ടാണ് 800 ഡ്രസ് കോട്ടിട്ടാണ് എന്തിനാ കറക്റ്റ് ലുക്കുണ്ട്. എന്തിനാ കാണാൻ എങ്ങനെയുണ്ട് കോട്ടിട്ടാ? നല്ല നല്ല രസമുണ്ട്. എറിയ കവറി കെട്ടി ഞാൻ കുനിഞ്ഞിരുണ്ടേ. എന്നോട് സിറ്റിയിൽ ഏറ്റവും സഭ്യമായി സംസാരിക്കുന്നത് ഇവനാണെന്ന് പറഞ്ഞതാണ്. കുറച്ചു മുമ്പേ നമ്മളൊരു സംഭാഷണത്തിൽ പറഞ്ഞു ഇവ അങ്ങനെയൊന്നും പറയാറില്ല എന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടോ?
അയ്യോ കൂടുതലുള്ളവരെ പറയേണ്ട ഒരു കുഴപ്പമില്ല. കാരണം അർഹിക്കുന്നുണ്ട്, കണ്ണാപ്പിയൊക്കെ അർഹിക്കുന്നുണ്ട് അല്ലേ ബോബേ? തിരിച്ചു പറയില്ലെന്നുള്ള വിശ്വാസം. കണ്ണാടിയും കൂടെ കണ്ണാടി ഇത് മതി, കണ്ണാടി കണ്ണാടി ഇത് മതി. 28 അനക്ക് ഇത് തെങ്ങ് കയറാൻ എന്താ തെങ്ങാണ് ഇത് നേരെ തെങ്ങ് കയറാൻ പോവാ. ഹോസ്റ്റലിലെ അളിയ ഈ തലേ കെട്ടുന്നു പറഞ്ഞു തരും ആരെങ്കിലും. 28 മുതുവാണ് 28 മാസ്കിൽ 28. ആണോ? ഞാൻ ഇത് ഫയർഫോഴ്സ് കയറാണ്. വെള്ളം അടിക്കട്ടെ വായിലോട്ട്. ബോബോടെ മള്ളി അങ്ങനെ വർഷത്തിലൊരിക്കൽ കളർ ഇടാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ കാര്യം. മള്ളി ഇവന്മാരെന്തോ വലുത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണ കേട്ടാ. മള്ളി സത്യത്തിൽ വലിയ എന്തോ സംഭവമാണ് മള്ളി. എനിക്ക് തോന്നി നമ്മളെ കൊണ്ട് ഇവിടെ പണിയെടുപ്പിക്കാൻ കൊണ്ടുപോകണമല്ലുണ്ട്, തലയിക്കെട്ട കശുണ്ട്. ഒരു ചെയിൻ ഇടണമല്ലോ, ഒരു ചെയിനോട് ഇട്ടിട്ട് വരാം. ചെയിൻസ് ഉണ്ട്. ബ്രേസ്ലെറ്റ് ആണോ? ബ്രേസിയർ അല്ല ചെയിൻ. ബ്രേസ്ലെറ്റ് ആണോ? അല്ല ചെയിൻ ആണോ? ചെയിനിലുണ്ട്. ചെയിൻ എവിടെയാ? എടാ സ്കാർഫ് ആൻഡ് ചെയിൻസ് എന്റെ പൊന്നെ. സ്കാർഫ് ആൻഡ് ചെയിൻസ്. സ്കാർഫ് ആൻഡ് ചെയിൻ അങ്ങനെ ഒരു സാധനം എനിക്കില്ല കേട്ടാ. രണ്ടാമത് എനിക്ക് പറഞ്ഞ പോലെ രണ്ടാമതൊന്ന് ജാക്കറ്റിന്റെ മേലെ പണിക്കാരൻ കേട്ടാ. എടാ എനിക്കൊന്നും വരുന്നില്ല. കണ്ണാപ്പി വേണ്ട കേട്ടോ നീ. ചന്ദ്രു കണ്ണാപ്പി ബാക്ക് അടി, ആ ഡ്രസ് ബാക്ക് അടി, ബാക്ക്. ഇതാ ഇതാ അതല്ല വേറെ ഒരെണ്ണം. അത് പോയി ഇനി പറഞ്ഞുതരാൻ വയ്യ എനിക്ക്. ഇതാ ഇതാ ഓ നീ എല്ലാം ഇട്ട് നോക്കടാ, തുണിയില്ല എന്നിട്ട്. സെറ്റ് എടാ ബോബെ നീ ഇട്ടേണ പോ. ഇത് എത്രയാടാ ജാക്കറ്റ് 826. ഷർട്ട് എത്രയാ? ഷർട്ട് ഹലോ കേക്കാവോ ഞാൻ പറയുന്നത്? ഹലോ, എൻ്റെ ഇത് കത്തി.